ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നേ, ലൈക്ക് മിഡ് നൈറ്റ് ലൈബ്രറി എന്ന് പറഞ്ഞ ബുക്ക്. ഞാനിങ്ങനെ വെറുതെ ഗൂഗിളിൽ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിച്ചിട്ടുള്ള ബുക്ക് എൻ്റെ ലിസ്റ്റൊക്കെ എടുത്ത് നോക്കിയപ്പം ദിസ് വാസ് വൺ ഓഫ് ദ ബുക്ക്. ഏറ്റവും ആദ്യമേ തന്നെ ഉണ്ടായിരുന്ന ഒരു ബുക്കാണിത്, മിഡ് നൈറ്റ് ലൈബ്രറി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ ബുക്ക് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ എനിക്കിങ്ങനെ ഒരു ലെങ്തി വീഡിയോ എടുക്കാനുള്ള ഒരു പ്ലാനും ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ കുറേ നാളായിട്ട് വീഡിയോ എടുത്തിട്ടേ ഭയങ്കര ഒരു സ്റ്റാർട്ടിങ് ട്രബിളോ ഭയങ്കര ഒരു ഇൻഹിബിഷനോ എന്തൊക്കെ പോലെ. അപ്പം ഞാൻ മടിച്ചിരിക്കുമായിരുന്നു. അപ്പോഴത്തേനും ഇപ്പോൾ എനിക്കൊരു പുതിയ വെല്ലുവിളി വന്നിട്ടുണ്ട്. വേറെ ആരുമല്ല, കുച്ചുവിന് എന്താണെന്ന് അറിയത്തില്ല. കുച്ചു എന്നോട് പറയുന്നത്, ഞാനിപ്പോൾ ഷോർട്ട് വീഡിയോസ് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോഴത്തേനും കുച്ചു പറയുന്നത്, അമ്മ ലെങ്തി വീഡിയോസ് ഇല്ലാത്തതുകൊണ്ടാണ് യു ആർ നോട്ട് ഗെറ്റിംഗ് എനി സബ്സ്ക്രൈബേഴ്സ്, അത് കാരണം ലെങ്തി വീഡിയോസ് ചെയ്യണം. ഞാൻ പറഞ്ഞു, എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും വേണ്ട, ഞാൻ എൻ്റെ രസത്തിന് വേണ്ടി വല്ലപ്പോഴും വീഡിയോ എടുക്കുന്നില്ലാണ്ട് എനിക്ക് അതിനകത്ത് വലിയ പ്രശ്നം. എനിക്ക് എടുക്കാൻ ഒരു മൂഡില്ല, എനിക്ക് എടുക്കാൻ വരുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ടും അവനൊരു വിധത്തിൽ സമ്മതിക്കുന്നില്ല. അപ്പം ഫൈനലി ഞാൻ ഇന്ന് എന്തായാലും ഒരു ലെങ്തി വീഡിയോ എടുക്കാമെന്ന് തീരുമാനിച്ചു. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഞാനൊരു ഹെയർ ബാൻഡ് വെച്ചേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഫുള്ള് നരച്ച മുടിയാണ്. അതിനെ മറയ്ക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഹെയർ ബാൻഡ് വെച്ചേക്കുവാണ്. ഇന്ന് ഞാൻ എൻ്റെ ഹെയർ കളറിങ്ങിന് ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ടോട്ടലി കുറച്ചൊരു തിരക്കുള്ള ദിവസമാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആഫ്റ്റർ എ വെരി ലോങ് ടൈം. ഞാൻ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മിനിറ്റ്, ഞാനിപ്പം എനിക്ക് ഇങ്ങനെ ഷെഡ്യൂളൊക്കെ വെക്കാറുണ്ട്. ഐ മീൻ ലൈക്ക് ടൈം ടേബിൾ ഉണ്ട്. ഓരോ ദിവസവും എന്തൊക്കെ ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ടൈം ടേബിൾ ഉണ്ട്. ഇതിപ്പോൾ ഏകദേശം നല്ലൊരു പെർഫെക്റ്റ് ടൈമാണ് ഷോപ്പിങ്ങിനൊക്കെ പുറത്തു പോകാൻ പറ്റിയ. കുറച്ചുകൂടെ കഴിഞ്ഞൂടെ ഭയങ്കര വെയിലാവും. ഒരു വിധത്തിലും താങ്ങാൻ പറ്റാത്ത വെയിലെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല വെയിലാണെങ്കിലും നമുക്കങ്ങ് ഭയങ്കര തലവേദനയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ലല്ലോ. പക്ഷെ ഇവിടുത്തെ വെയിലിൽ നമ്മൾ ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് ഒന്ന് ഇറങ്ങി നിന്നാൽ മതി, മൊത്തത്തിൽ നമ്മളങ്ങ് ഇല്ലാണ്ടാവും. അപ്പം ഇപ്പം തന്നെ വെയിൽ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ്. ഞാനിപ്പോൾ ഒരു ഭയങ്കര ട്രാഫിക്ക് പെട്ട് കിടക്കുകയാണ്. അടുത്തൊന്നും മൂവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുന്ന വഴിക്ക് ഞാൻ കൗണ്ട് ചെയ്യുമായിരുന്നേ, ഒരു 5-6 വീടുകൾ ഇങ്ങനെ സെയിലിന് കിടക്കുന്നു. അല്ല, ഇപ്പം ട്രാഫിക്ക് മൂവ് ചെയ്യുകയാണ്. ഇനി പറഞ്ഞു തുടങ്ങിയ കാര്യം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട്. അപ്പം സെയിൽ മീൻസ് വിൽക്കാനായിട്ട്. അപ്പം ഇതെന്താ കാര്യം എന്ന് എനിക്കറിയത്തില്ല. ഇടയ്ക്ക് ട്രാഫിക്ക് വന്നപ്പോൾ എനിക്ക് പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ അത്രയും വെയിലടിച്ച് വന്നപ്പോൾ തന്നെ നോക്ക്, ഞാൻ അങ്ങ് ഇരുണ്ടൊരു വഴിയായി. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞ, വീട് ഇങ്ങനെ ഒത്തിരി വീട് ഇങ്ങനെ വിൽക്കാനായിട്ട് കിടക്കുന്നത്. അപ്പം നമുക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ വീട് വിൽക്കാനുള്ളപ്പം അവരൊരു ഇങ്ങനെ ഈ ഇത് എന്താ പറയുക, റിയൽ എസ്റ്റേറ്റുകാർ അതിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിരിക്കും, ഫോർ സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാനിപ്പോൾ വരുന്ന വഴിക്ക് ഐ കൗണ്ടഡ് അറ്റ്ലീസ്റ്റ് ഒരു 5-6 വീട് ഇങ്ങനെ സെയിലിന് വെച്ച്, സെയിലുണ്ടെന്ന് പറഞ്ഞേ ബോർഡ് കണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ഒരു മാസമായിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു, ഒത്തിരി വീടുകൾ ഇങ്ങനെ സെയിലിന് കിടക്കുന്ന. ഐ ഡോണ്ട് നോ. അപ്പം എന്ത് ചെയ്യണ്ടേ, ഞാൻ നമ്മുടെ ഇന്ത്യൻ സ്റ്റോർ ബാലാജിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അകത്ത് പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാം. സാധാരണ നമ്മൾ 3 പേരും കൂടെ പോയിട്ടാണ് സാധനമൊക്കെ മേടിക്കാറ്, അത് വീക്കെൻഡിൽ. പക്ഷേ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് വീക്കെൻഡിൽ സാധനം മേടിക്കുന്നത് നടക്കുന്നില്ല. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വന്നിട്ട് ബാലാജിയിൽ സാധനമൊക്കെ മേടിക്കുന്നത്. ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഐറ്റംസ് എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ, ഒരു സാധനം ഒഴിച്ച്. എന്താണെന്ന് അറിയാവോ, നമ്മുടെ കുടംപുളി ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസും കിട്ടും. ബാലാജി എനിക്ക് തോന്നുന്നു ഒരു തെലുങ്ക് ആൾക്കാരുടെ ഷോപ്പാണെന്ന് തോന്നുന്നു. അപ്പം അവർ നമ്മുടെ മറ്റേ വാളംപുളിയല്ലേ ഉപയോഗിക്കുന്നത്, അതെ. അപ്പോൾ അവർക്ക് കുടംപുളിയുടെ ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കാം. എനിവേ, കുടംപുളി ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും നമുക്കിവിടെ കിട്ടും. അപ്പോൾ എൻ്റെ ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ സാമ്പാറിനും അവിയലിനും കണക്കാക്കി കുറച്ച് സാധനങ്ങൾ മേടിക്കും. പിന്നെ എന്തെങ്കിലും 1-2 ഐറ്റംസ് കുറച്ച് എക്സ്ട്രാ മേടിക്കും. മിക്കവാറും അത് കോവയ്ക്കോ വെണ്ടയ്ക്കോ അങ്ങനെയൊക്കെ ഐറ്റംസ്. അത് ഞാൻ എടുത്തിട്ട് കരിവേപ്പിലാണ് കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഷോപ്പിംഗ് പോവാറ്, ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിംഗ്. ഇപ്പോൾ കണ്ടോ, ഞാൻ കുറച്ചധികം കോവയ്ക്ക എടുത്ത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കുന്നത് നിർത്തി കേട്ടോ, കാരണം എനിക്ക് കുറേ സാധനം മേടിക്കാനുണ്ട്. അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ പോയാൽ സാധനം മേടിക്കൽ നേരെ നടക്കത്തില്ല. അപ്പം ഞാൻ ഈ കോവയ്ക്ക എടുക്കുന്ന ക്ലിപ്പോട് കൂടി എൻ്റെ വീഡിയോ എടുക്കൽ പരിപാടി ഞാൻ അവിടെ അവസാനിപ്പിച്ചു.
ഇവിടെ എന്തോ പാട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി എനിക്ക് ആവശ്യമുള്ള ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ ഞാൻ മേടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് കൂർക്ക. കൂർക്ക നമുക്കിവിടെ ഫ്രഷ് ആയിട്ട് കിട്ടത്തില്ല. അപ്പം ഞാൻ എപ്പോഴും ഈ ഫ്രോസൺ ഇതുണ്ട്, ഇത് ഇവിടെ ഇരിക്കുന്നെല്ലാം ഫ്രോസൺ സാധനങ്ങളാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫ്രോസൺ സാധനങ്ങളാണ്. അപ്പോൾ ഫ്രോസൺ കൂർക്ക ഞാൻ മേടിച്ചു. ക്യാമറ ആംഗിളൊന്നും എനിക്ക് നേരെ വെക്കാൻ പറ്റുന്നില്ല, ഞാൻ എൻ്റെ ഫോൺ സ്റ്റാൻഡൊന്നും എടുത്തിട്ടില്ല. സോ എനിവേ നമ്മുടെ ഇന്ത്യൻ ഗ്രോസറി. അപ്പം നമ്മൾ ജയമാട്ടി വന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ത്യൻ കടേനേക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കടയാണ് കേട്ടോ ജയമാട്ട്. ഐ മീൻ ദിസ് ചൈനീസ് സ്റ്റോർ. അപ്പോൾ എന്നെ അറിയാവുന്നവർക്ക് അറിയായിരിക്കും, ഞാൻ ഭയങ്കര ഒരു മീൻ കൊതിച്ചയാണ്. എനിക്ക് മീൻ ഇല്ലാണ്ട് പറ്റത്തില്ല, അത്രയ്ക്ക് ഇഷ്ടമാണ് മീൻ. അപ്പം എനിക്കിവിടെ ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഞാൻ അങ്ങനെ നമ്മുടെ നാട്ടിലെ മീനൊന്നും അങ്ങനെ മിസ് ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര മിസ്സിങ് ആയിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ മീനൊന്നും ഇവിടെ കിട്ടാറില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ജയമാട്ട് കട കണ്ടുപിടിക്കുന്നു. അതോടെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു മീൻ മീനോടുള്ള കൊതി മാറി. കാരണം നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലത്തെ മിക്ക എല്ലാ മീനുകളും എനിക്ക് ജയമാട്ടിൽ കിട്ടാറുണ്ട്. അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. അപ്പം അത് കാരണം എനിക്ക് ജയമാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ചക്ക മേടിച്ചായിരുന്നു. എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും, ഒരു ചക്ക ഞാൻ വെട്ടുന്ന വീഡിയോ. അത് ഞാൻ ഈ ജയമാട്ടിൽ നിന്നാട്ടോ മേടിച്ചത്. അപ്പോൾ ഇതിന് മുന്നേ ഇവിടെ ചക്ക ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്കത് മേടിക്കാനായിട്ട് നല്ലതായിരിക്കുമോ, ടേസ്റ്റ് ഉണ്ടാവോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. കാരണം അത്യാവശ്യം കുറച്ച് ഒരു ഇച്ചിരി റേറ്റ് ഉണ്ട്. ഒരു ചെറിയ ഒരു പകുതി ചക്കയ്ക്ക് $15 അങ്ങനെ എന്തോ. അപ്പോൾ അത് കാരണം എനിക്കൊരു മേടിക്കാനായിട്ടൊരു മടിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ ചക്കയൊക്കെ കഴിച്ച കാലവേ മറന്നു. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കൊതിയായിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് മേടിച്ചു. പക്ഷേ ഇറ്റ് വാസ് സോ യം എന്ന് വെച്ചാൽ നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലത്തെ എന്തോ, നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റും നല്ല മധുരമൊക്കെ ഉള്ള നല്ല ഒരു അടിപൊളി ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എൻ്റെ മനസ്സിനോട് ഒത്തിരി ചേർന്ന് നിൽക്കുന്ന ഒരു കടയാണ് ജയമാട്ട്. കാരണം ഞാൻ കഴിക്കാൻ പറ്റത്തില്ല, ഇനിയിപ്പോൾ നാട്ടിൽ പോലെ ഇതൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന കുറേ കാര്യങ്ങൾ എനിക്കിവിടെ കിട്ടാറുണ്ട്. സോ ജയമാട്ടിൻ്റെ അകത്തുനിന്നുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. എനിക്ക് 1-2 തന്നെ അവിടെ നിന്ന് വീഡിയോ എടുത്തപ്പോഴേ അവിടെ ഉള്ളവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്കൊരു സംശയം. അത് കാരണം അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് മേടിച്ച മീൻ. അപ്പം നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് വീട്ടിൽ പോവാം. ഞാൻ മേടിച്ച മീൻ ഏതാണെന്ന് വെച്ചാൽ ബട്ടർ ഫിഷ് മലയാളത്തിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഈ ചെറിയ ആവോലിയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു മീനുണ്ട്, അതാണ് നല്ല ടേസ്റ്റാണ്. അത് വറുത്താലും പിന്നെ മീൻ പീര വെക്കാനും നല്ലതാണ്. ഞാൻ ഇന്ന് നമ്മുടെ ഇന്ത്യൻ കടയിൽ നിന്ന് ഒരു മാങ്ങ മേടിച്ചിട്ടുണ്ട്. അപ്പം മാങ്ങ ഇട്ട് മീൻ പീരയായിട്ട് വെക്കുന്നുണ്ട്, പിന്നെ വറക്കുന്നുണ്ട്. ഐ എം സോ എക്സൈറ്റഡ് ഫോർ ദാറ്റ്. സാധാരണ വെച്ചാൽ വലിയ മീനൊക്കെ ആണെങ്കിൽ ഞാൻ ഇവിടുന്ന് വെട്ടിത്തരും അവർ. ഈ മീനും വെട്ടിത്തരും. പിന്നെ ഇത് അവർ കുറേ സമയം എടുക്കണ്ടേന്ന് വിചാരിച്ച് ഞാൻ വീട്ടിൽ പോയി ഞാൻ ഫാസ്റ്റായിട്ട് അങ്ങ് വെട്ടി കറി വെക്കാമെന്ന് വിചാരിച്ചു. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. കണ്ട ഇതിൻ്റെ ഇവിടെ ആയിട്ട് ഈ കടയുടെ ഇവിടെ സ്റ്റാർബക്സ് ഉണ്ട് കണ്ടോ. ചൈനക്കടയുടെ തൊട്ടിപ്പുറത്ത് സ്റ്റാർബക്സ് ആണ്. യൂഷ്വലി ഞാൻ ഇവിടെ വരുമ്പോഴത്തേനും എനിക്ക് സ്റ്റാർബക്സിൽ പോകാനായിട്ട് ഭയങ്കര ടെൻഡൻസിയാണ്, ഞാൻ പോകാറുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഇങ്ങനെ മധുരമൊക്കെ കഴിക്കുന്ന കുറച്ചു. എൻ്റെ മുഖം അങ്ങ് എന്ത് പെട്ടെന്ന് കറുത്ത് കരിവാളിച്ച് വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഇങ്ങനെ എനിക്കറിയത്തില്ല, എന്തെങ്കിലും ഞാൻ തക്കാളിയോ എന്തെങ്കിലും തൈരൊക്കെ മുഖത്ത് വെക്കണം. ഇവിടെ പുറത്തിറങ്ങിയതാണ് പ്രശ്നം, ഭയങ്കര ചൂട്. ഈ സമയത്തൊന്നും പൊതുവേ ആൾക്കാർ പുറത്തിറങ്ങത്തില്ല, പക്ഷേ എനിക്കിപ്പോഴാണ് ഒരു സമയം കിട്ടിയത്. എനിവേ നമുക്ക് ഇനി ഒത്തിരി വെയിൽ കൊള്ളണ്ട, ഞാൻ വീട്ടിൽ പോട്ടെ. അപ്പം ഇനി മേടിച്ച സാധനങ്ങൾ എല്ലാം അതിൻ്റെ സ്ഥാനങ്ങളിലായിട്ട് വെക്കാം. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത പ്ലാൻ ജിമ്മിൽ പോകാന്നുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ടൈം ടേബിൾ ഇങ്ങനെ 1 to 2 അല്ലെ 2 to 3 ഇത് ചെയ്യും. അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രസമാട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാത്ത ഒരാളായിരുന്നു. ഞാനിങ്ങനെ ഓരോന്നും തോന്നുന്ന പോലൊക്കെ ചെയ്യും. ബട്ട് ഇപ്പം കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഞാൻ ഇത് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോ കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെന്തോ ഒരു നല്ലൊരു അച്ചീവ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് കിടക്കാൻ നേരം ഇന്നത്തെ എൻ്റെ ദിവസം ഞാൻ നല്ല പ്രൊഡക്റ്റീവായിട്ട് വൃത്തിയായിട്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് നല്ല ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ നല്ല 2 പേരക്ക മേടിച്ചായിരുന്നു ഇന്ത്യൻ കടയിൽ നിന്ന്. നമ്മുടെ നാട്ടിലെ അതേ പേരക്കയുടെ ടേസ്റ്റാണ്. പേരക്കയുടെ ടേസ്റ്റാണെന്നല്ല, ഇന്ത്യൻ കടയിലെ പേരക്കല്ലേ, അപ്പം നാട്ടിലെ അതേ പേരക്കയാണ്. ഓക്കെ, അപ്പം ഞാൻ പെട്ടെന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ. അപ്പം ഇത്രയും സാധനങ്ങൾ എനിക്ക് പെട്ടെന്ന് എല്ലാം എടുത്ത് കറക്റ്റ് സമയത്തുള്ള സ്ഥലത്ത് വെക്കണം. കരിവേപ്പില മാത്രം ഞാനിങ്ങനെ മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ടിങ്ങനെ വെക്കും. ഒരു 5-6 മണിക്കൂർ ഇങ്ങനെ വെച്ചേക്കും. അത് കഴിഞ്ഞിട്ട് വെള്ളം കളഞ്ഞിട്ട് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ച് ഡ്രൈ ചെയ്തിട്ട് ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിനകത്താക്കി ഫ്രിഡ്ജിൽ വെക്കും. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ജിമ്മിൽ പോകാനായിട്ട് റെഡി ആയിട്ട് വന്നു.
ജിമ്മിൽ പോകുന്നതിന് മുന്നേയായിട്ട് ഞാനൊരു ജ്യൂസ് കുടിക്കാൻ പോവാം. അപ്പം ഞാനിപ്പം ജിമ്മിൽ പോകുന്നത് റീസ്റ്റാർട്ട് ചെയ്തിട്ട് 2 ആഴ്ചയായി. അതിനു മുന്നേ ഞാൻ ലാസ്റ്റ് നിർത്തിയത് ഒരു 8 മാസം മുന്നെയാണ് കേട്ടോ. ലാസ്റ്റ് ഞാൻ പോയത് സെപ്റ്റംബറോ ആ ഒരു സമയത്ത്, എന്തോ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഓക്കെ, കുറേ നാളായി. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ഞാൻ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. കറക്റ്റായിട്ട് പോകാൻ പറ്റിയാൽ മതിയായിരുന്നു. എപ്പോഴാണ് എനിക്ക് ബോറടിക്കുന്നത് പറയാൻ പറ്റത്തില്ല. എനിവേ ഞാൻ ജിമ്മിൽ പോവാണ്. ഇവിടെ ജിമ്മ് എന്ന് പറയുമ്പം നമുക്ക് പ്രൈവറ്റ് ജിംസ് കുറേ ഉണ്ട്, പ്ലാനറ്റ് ഫിറ്റ്നസ് അത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞങ്ങൾ പോകുന്നത് YMCAയിലാണ്. YMCAയിൽ നമുക്ക് സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ ജിമ്മ്, സ്വിമ്മിങ്, യോഗ ക്ലാസ്, പിന്നെ പിള്ളേർക്ക് ഈ തൈക്കോണ്ടോ, പിന്നെ നമുക്ക് സുംബ, എല്ലാ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അവിടുത്തെ മെമ്പർഷിപ്പ് എടുത്താൽ കുറേയൊക്കെ നമുക്ക് ഭയങ്കര നല്ലതാണ്. ഇവിടെ തൊട്ടടുത്താണ്, എനിക്കൊരു വിത്തിൻ 1 കിലോമീറ്റർ ഒക്കെ കഷ്ടി ദൂരമേ ഉള്ളൂ. അപ്പം ഞാൻ ജിമ്മിൽ പോട്ടെ. ഓക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ YMCA ജിമ്മ്. ഞങ്ങളിവിടെ ഒരു 3 വർഷം മുന്നേ വന്നപ്പോൾ തന്നെ ഞങ്ങൾ മെമ്പർഷിപ്പ് എടുത്തായിരുന്നു. പിന്നെ ഇടയ്ക്ക് അത് ബ്രേക്ക് ചെയ്യും മീൻസ് ക്യാൻസൽ ചെയ്യും, പിന്നെ റിന്യൂ ചെയ്യും. അങ്ങനെ ഇങ്ങനെ ഇടയിൽ വന്നും പോയി ഇരിക്കുന്ന ഒരു സംഭവമാണിത്. ഇത്തവണയെങ്കിലും കൺസിസ്റ്റൻ്റായിട്ട് ഇനി ഇവിടെ ഉള്ളിടത്തോളം കാലം ഇങ്ങനെ മുന്നോട്ട് പോകണം, ജിമ്മിലൊക്കെ സ്ഥിരമായിട്ട് കറക്റ്റായിട്ട് പോകണം എന്നൊക്കെയാണ് എൻ്റെ ഭയങ്കര ആഗ്രഹം. എല്ലാ തവണയും അങ്ങനെയാണ് ഞാൻ തുടങ്ങാറ്. അറിയത്തില്ല, കണ്ടില്ലേ ഒരു പ്രായം ഒരു അമ്മച്ചി. YMCAയുടെ ജിം ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ ചെറുപ്പക്കാരെക്കാളിലും കൂടുതലും ഇങ്ങനെ നല്ല പ്രായമുള്ളവരെയാണ് കാണാറ്, ലൈക്ക് നല്ല പ്രായമുള്ളവർ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. എന്ന് വെച്ചാൽ അവർ പ്രായമൊന്നും ഒരു പ്രശ്നമല്ല, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് പ്രൂവ് ചെയ്യുന്നുള്ള രീതിയിൽ ഒത്തിരി പ്രായമുള്ളവർ സ്വിമ്മിങ്ങും പിന്നെ വലിയ മീൻസ് ത്രെഡ്മില്ലും അങ്ങനത്തെ നല്ല കുറേ എക്സസൈസൊക്കെ ചെയ്ത് അവർ നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നത് കാണുമ്പം നല്ലൊരു രസമാണ്, നല്ലൊരു മനസ്സിനൊരു സന്തോഷമാണ്. ദിസ് ഇസ് ദ വർക്കൗട്ട് ഗ്ലോ. ഞാനൊരു 55 മിനിറ്റ് ത്രെഡ്മില്ലും വെയിറ്റും എല്ലാ പരിപാടികളും ചെയ്തു. അപ്പുറത്തും ഒരു മേബി 60 എന്തായാലും ഉള്ള 2 പ്രായമുള്ള ആൾക്കാരായിരുന്നു. അവരും ഞാനും കൂടെ ആയിരുന്നു ഇന്ന് വർക്കൗട്ട് ചെയ്തത്. ഐ മീൻ ലൈക്ക് ത്രെഡ്മില്ല്. എന്തായാലും ഐ ഫീൽ സോ എനർജറ്റിക്. എൻ്റെ മുഖമൊക്കെ നല്ല ചുമന്ന് കണ്ടില്ല. ഇനി വീട്ടിൽ പോയിട്ട് ലഞ്ച് കഴിക്കണം, നല്ലപോലെ വിശക്കുന്നുണ്ട്. നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന മീൻ പീര വെക്കണം എന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷേ അതിനുള്ള സമയമില്ല. എനിക്ക് ഭയങ്കര വിശക്കുന്നു. ഞാൻ പെട്ടെന്ന് പോയിട്ട് 2 മീൻ വെട്ടി വറുത്ത് കഴിക്കാൻ പോവാണ്. വറുത്തിട്ട് ഇന്നലത്തെ കറി 2-3 കറിയൊക്കെ മിച്ചിരിപ്പുണ്ട്. 2-3 കറിയല്ല, 2 കറി. ചക്കക്കുരു ഉണക്കച്ചെമ്മീനും കൂടെ ഞാൻ ഇന്നലെ കറി വെച്ചായിരുന്നു. ചക്കക്കുരു ഉണക്കച്ചെമ്മീനും കൂടെ, അതും മീൻ വറുത്തതും. പിന്നെ മത്തങ്ങ ഞാൻ തോരൻ വെച്ചായിരുന്നു, അതും. എൻ്റെ അമ്മ ഇതിനകത്ത് വെന്ത് പുകയുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ വരുന്ന വഴിക്കൊക്കെ ഇങ്ങനെ വീട് ഇങ്ങനെ വിൽക്കാനായിട്ടുള്ള ബോർഡ് കാണാമെന്ന്. ഈ ബോർഡല്ല കേട്ടോ, വേറെ ഈ ഒരു വീട് ഞാൻ കാണിച്ചു തരാം. അടുത്ത് കാണുന്ന ഈ വീട് കണ്ടോ, ഈ വീടിങ്ങനെ ഓൺ ഫോർ സെയിൽ എന്ന് പറഞ്ഞ് വെച്ചേക്കുവാണ്. ദിസ് ഹൗസ് എന്തോരം വീടാണെന്ന് പറയുന്നത് സെയിൽ എന്ന് പറഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പോൾ 10 മിനിറ്റായിട്ട് ഞാൻ ഇവിടെ തളർന്നിരിക്കുക. ജിമ്മിൽ നിന്ന് വന്നു കഴിയുമ്പോൾ കുറച്ച് നേരം ഭയങ്കര ക്ഷീണമാണ്. ഇപ്പം നമുക്ക് സമയം കളയാനില്ല. പെട്ടെന്ന് ഞാനൊരു 2 മീൻ വെട്ടി വറക്കാൻ പോവാണ്. 2 മീനെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ ഫുള്ള് മീനും പെട്ടെന്ന് അങ്ങ് വെട്ടിയെടുത്തു കേട്ടോ. ഈ മീൻ വെട്ടാൻ ഭയങ്കര എളുപ്പമാണ്, വലിയ ചെതുമ്പലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് വെട്ടി എല്ലാ അരപ്പൊക്കെ തേച്ച്, പിന്നെ നേരത്തെ മീൻ പീര ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ ആ പരിപാടിയൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. ഇനി മീൻ വറക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇന്നലത്തെ കറിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ എല്ലാം കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർത്ത് പെട്ടെന്ന് ഒരു വെണ്ടയ്ക്കയും കൂടെ അരിഞ്ഞ് ഞാൻ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും കൂടെ വെക്കാണ്. കാരണം ഞാൻ വൈകിട്ട് ഹെയർ കളറിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉണ്ടാക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല. അപ്പം ഞാൻ മുൻകൂറായിട്ട് കുറച്ച് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി പിന്നെ മീനും കൂടെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൈകിട്ട് വരുമ്പം ചോറുണ്ണാമല്ലോ. ബീജിനൊക്കെ വരുമ്പോഴത്തേനും അല്ലേ, പിന്നെ എല്ലാവരും വിഷമൊന്നുമല്ലേ വരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ പെട്ടെന്ന് റെഡിയാക്കും. കുറേ ഭയങ്കര ടൈം ടേബിളൊക്കെ വെച്ച് ചെയ്തിട്ടും
പക്ഷേ എൻ്റെ കുറേ സമയം പോയി കേട്ടോ. എവിടെ സമയം പോയെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ കുറച്ച് ധൃതിയിലാണ്. ഇപ്പം ഞാൻ ചോറൊന്നുമാണ്. വെണ്ടയ്ക്കുണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, പിന്നെ ഇന്നലത്തെ ചക്കക്കുരു ചെമ്മീനുണ്ട്. ചോറിനിട്ട് വേണം, പെട്ടെന്ന് 5 മിനിറ്റോട് ചോറിനിട്ട് വേണം എനിക്ക് കൊച്ചിനെ വിളിക്കാൻ പോകണം. എൻ്റെ കൊച്ചിനെ വിളിച്ച് എൻ്റെ ഹെയർ സലൂണിൽ പോയിട്ട് എൻ്റെ മുടി കളർ ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പം കൊച്ചുവിന് വിശന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരു ബ്രെഡ് ടോസ്റ്റും കുറച്ച് ബിസ്ക്കറ്റും സ്ട്രോബെറിയൊക്കെ കൊച്ചിന് വേണ്ടി എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ബാഗിൽ നമ്മൾ രാവിലെ തുടങ്ങിയപ്പോൾ ഉള്ള ബുക്കുണ്ടല്ലോ, ആ ബുക്ക് ഞാൻ എടുത്തു. പിന്നെ പേഴ്സും വെള്ളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ. കാരണം ഹെയർ കളർ ചെയ്യാൻ നേരം കുറച്ചധികം നേരം അവിടെ ഇരിക്കേണ്ടി വരും. സോ ഇതെന്ത് ഇങ്ങനെ ഓക്കെ. അപ്പോൾ ശരി, ഞാൻ പെട്ടെന്ന് ഓട്ടെ. ഇനിയിപ്പോൾ വർത്താൻ പറയാൻ സമയമില്ല. ബാക്കിയെല്ലാം എടുത്തല്ലോ. ഇന്ന് ഞാൻ ഉദ്ദേശിച്ച പോലെ ഇവിടെ വെയിലല്ല കേട്ടോ. ഇന്നിവിടെ ഉച്ച കഴിഞ്ഞ് മഴയായിരുന്നു. ഞാൻ ക്ലൈമറ്റ് നോക്കാനായിട്ട് വിട്ടുപോയി. ഓക്കെ, അതിന് അപ്പോൾ ഇതാണ് കൊച്ചിൻ്റെ സമ്മർ ക്യാമ്പ്. ഇതൊരു പള്ളിയുടെ സമ്മർ ക്യാമ്പാണ്, ഫാമിലി വർഷിപ്പ് സെൻറ്റർ എന്ന് പറയും. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ ഇവിടെ. അവന് ഭയങ്കര ഹാപ്പി ഇവിടെ വരാനായിട്ട്. കുച്ചു, അമ്മ ഈസ് ഡൂയിങ് എ ലോങ് വീഡിയോ. ഇൻട്രോ ഒന്നും ഇല്ല ഇപ്പോൾ ഉള്ള വീഡിയോ ഒക്കെ. എന്നെ പറയാനുണ്ടോ, നിന്റെ ഒറ്റ ഒരാളുടെ നിർബന്ധത്തിലാണ് ഞാൻ ഈ ലോങ് വീഡിയോ ഇവിടെ ചെയ്യുന്നത്. ആർ യു ഹാപ്പി? യെസ് ഓർ നോ? യെസ്. അപ്പം ഞങ്ങൾ ഹെയർ കളർ ചെയ്യുന്നിടത്ത് പോട്ടെ. Christmas in July. The birth of a the birth of a Savior. For God so loved the world that He gave His only Son, so that everyone who believes in Him will not perish, but save eternal life. John 3:16. Great, Kuchu, great. This is your favorite verse from Bible? Last year. What is this year's? I always say it and me and Nicholas. Me and Nicholas, these are my favorite. Me and Nicholas, this is my favorite. This year you learned one verse, right? Can you tell it? Last year, the first ever. This year you learned, right? Do not be anxious about anything, but in prayer and pleading. What's in there? What is it? Pizza. ഇതെന്താന്ന് പറ? ആക്സിലോട്ട് എന്താ വെച്ചു? ആക്സിലോട്ട് എന്താന്ന് പറ? ഫുൾ ഹൈലൈറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ് കേട്ടോ ഞാൻ അവിടെ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഹെയർ ചെയ്യുന്ന പുള്ളിക്കാരി എന്നോട് പറഞ്ഞു എൻ്റെ തല മൊത്തം ഗ്രേ ഹെയർ ആണ്, ആദ്യമേ അത് കവർ ചെയ്യാണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ പിന്നെ ഹൈലൈറ്റ് ചെയ്യാന്നുള്ള വേറെ ദിവസത്തേന് ഞാൻ മാറ്റി. അങ്ങനെ കുറച്ച് നാളത്തേന് നരച്ച മുടിയിൽ നിന്നൊരു മോചനം. അപ്പോൾ ഇനി കൊച്ചു നമ്മൾ എവിടെ പോകുന്ന? യെസ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇപ്പുറത്ത് ഒരു പെറ്റ് പ്ലസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കൊച്ചിന് പെറ്റ് പ്ലസിൽ പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനും കൊച്ചും കൂടെ പെറ്റ് പ്ലസിൽ പോവാം. എന്ത് നോക്കാനാണ് പോകുന്നത് കൊച്ചു പെറ്റ് പ്ലസിൽ? ആക്സിലോട്ട എന്ന് പറഞ്ഞാൽ എന്തുവാ? ആക്സിലോട്ട ഓർ ലൈക്ക് ഹൗ യു ടെൽ? ആക്സിലോട്ട. അതെന്ന് പറയുമ്പോൾ നമ്മുടെ സാലമാണ്ടറിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ആക്സിലോട്ട. അപ്പം അത് കാണാൻ പോകണമെന്നാണ് കൊച്ചു പറയുന്നത്. അതിനെ കാണാനായിട്ട് നമ്മൾ ഇവിടെ പെറ്റ് പ്ലസ് വന്നിരിക്കും. അപ്പൊ ഇതാണ് കൊച്ചുവിന് അവന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വേണ്ട സാധനം. ഇതാണ് ഈ ഒരു ഓന്തിന്റെ പോലെ ഇരിക്കുന്ന ഈ സാധനം. ഇറ്റ് വിൽ ബിക്കം സാലമാൻഡർ അല്ലേ കൊച്ചു? സ്പൈഡറോ? ഇത് നീ ഒരു തവണ മേടിച്ചല്ലേ? ആഫ്രിക്കൻ വെട്ടമില്ല, രാത്രിയായി. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. I like pineapple actually. Orange.
ഓറഞ്ച് പൈനാപ്പിൾ അല്ലായിരുന്നോ? You have orange. ഇത് You നമുക്ക് have pineapple and orange. മുടി വെട്ടാൻ പോയ അവിടെ നിന്ന് കിട്ടിയതാ ഈ ലോലിപ്പപ്പ്. കുച്ചു ഗോട്ട് ഓറഞ്ച് വൺ ആൻഡ് അമ്മ ഗോട്ട് പൈനാപ്പിൾ വൺ. സോ വിത്ത് ദാറ്റ് വി ആർ എൻഡിങ് ദിസ് വ്ലോഗ്. No. At home we can do. It has to be a super long. മൊത്തം ഇരുട്ടായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഭയങ്കര ഇരുണ്ടി. Say English. No, it's Malayalam vlog, right? Yeah, but just say like English in this video. So with that, we are ending our vlog. No. And at home. Okay, Kuchu പറയുന്നു he I'll wants. I'll tell you when to end it. Okay. Okay. എങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ പോയിട്ട് വീഡിയോ. Hey, say English. So he's telling he wants to end the vlog only at home. No, I'm telling like I'll tell you when to end it. Oh, he's telling he will tell when to end the vlog. Okay. Anyway guys, അപ്പം നമുക്ക് ചിലപ്പം വീണ്ടും കാണാം അല്ലെങ്കിൽ. No. Okay, bye. No.